ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കോഫി കുടിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, എന്നാൽ വണ്ണം കുറയ്ക്കാൻ ട്രൈ ചെയ്യുന്ന ഒരാളും കൂടിയാണെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് നമ്മളിവിടെ ട്രൈ ചെയ്യുന്നത് കോഫി ചിയ പുഡിംഗ് ആണ്. ഇതിനു വേണ്ടി ആദ്യം നമുക്ക് കോഫി തയ്യാറാക്കണം. അതിനുവേണ്ടി ആദ്യം നമ്മൾ ഒരു കപ്പിലേക്ക് കുറച്ച് കോഫി പൗഡർ ആഡ് ചെയ്യാണ്. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് ഓഫ് കോഫി പൗഡർ യൂസ് ചെയ്യാം. സാധാരണ രീതിയിൽ നമ്മൾ കോഫി ഉണ്ടാക്കുന്നത് പോലെ തന്നെ കോഫി ഉണ്ടാക്കുക, പക്ഷേ ഷുഗർ ആഡ് ചെയ്യണ്ട. ഇവിടെ ഞാൻ കുറച്ച് കോഫി പൗഡർ ആഡ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം, തിളച്ച വെള്ളം ആഡ് ചെയ്യാണ്. അതിനുശേഷം ഇതിനകത്തേക്ക് നമ്മുടെ ചോയ്സ് ഓഫ് മിൽക്ക്, ഏത് പാല് വേണം, ഏതാ പാലാണ് നിങ്ങൾ സാധാരണ യൂസ് ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യാം. ഫുൾ ക്രീം വേണമെങ്കിൽ ഫുൾ ക്രീം, ഇനി ആൽമണ്ട് മിൽക്ക്, സോയ മിൽക്ക്, നിങ്ങൾ ഏത് മിൽക്കിലാണോ നിങ്ങളുടെ കോഫി സാധാരണ ഉണ്ടാക്കാറ് എന്ന് വെച്ചാൽ ആ മിൽക്ക് നിങ്ങൾ ആഡ് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ചിയ സീഡ്സ് ആഡ് ചെയ്യണം. ചിയ സീഡ്സ് എപ്പോഴും നമ്മൾ കുറച്ച് സമയം സോക്ക് ചെയ്ത് വെച്ചിട്ട് വേണം കഴിക്കാൻ. ചിയ സീഡ്സിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചും ഇത് വണ്ണം കുറയ്ക്കാൻ എത്രത്തോളം യൂസ്ഫുള്ളാന്നൊക്കെ കഴിഞ്ഞ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ മുമ്പത്തെ വീഡിയോകളിൽ കണ്ടു നോക്കുക. ഇതിനകത്തേക്ക് നമ്മൾ ഒരു സ്പൂൺ ചിയ സീഡ് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി ഇത് നമ്മൾ കുറച്ച് സമയം വെക്കണം. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെനിഫിഷ്യലാണ്. എന്നാൽ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു പുറത്ത് തന്നെ കുറച്ച് സമയം വെച്ചാൽ മതി. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് സോക്കാവും ഈ കോഫിയിൽ. നിങ്ങൾക്കിങ്ങനെ അതിൻ്റെ ഗ്ലാസ് നോക്കിയാൽ അറിയാൻ പറ്റും, അതിൻ്റെ അടിയിൽ ഇങ്ങനെ അത് കുറച്ച് വീർത്ത് വരുന്നത്. അതിനുശേഷം ഇത് നമുക്ക് കഴിക്കാം. വെയ്റ്റ് ലോസിന് ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിയുന്നത്ര അവോയ്ഡ് ചെയ്യുമ്പോഴാണ് നമുക്കത് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. നേരെ മറിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഐറ്റംസ് തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളോട് കൂടി നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വെയ്റ്റ് ലോസ് ജേർണി അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. പ്രത്യേകിച്ച് ഈ കോഫിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെയൊക്കെ കോഫി പുഡിങ് ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ കോഫി കഴിച്ചില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടില്ല. ഇതിൽ ഷുഗറൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ വെയ്റ്റ് ലോസിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് ചിയ സീഡ്സ് ഹൈ കണ്ടൻറ്റ് ഫൈബറാണ്. അപ്പോൾ അത് നമ്മുടെ വെയ്റ്റ് ലോസ് എയ്ഡ് ചെയ്യുകയും ചെയ്യും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.